Hello friends, VGBP Part 2 4th വീഡിയോ ആണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വീഡിയോയിലായിട്ട് ഡിഫറെൻറ്റ് സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ 2 വീഡിയോ സെഷൻ 32 വേണ്ടി മാത്രം നമ്മൾ ചെയ്തു. ഇത് സെഷൻ 32 വേണ്ടിയുള്ള 3ാമത്തെ വീഡിയോ ആണ്. അതൊരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സെക്ഷനാണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഡിപ്രിസിയേഷൻസ്. അപ്പോൾ അഡ്മിസിബിൾ ഡിഡക്ഷൻ എന്നുള്ള പാർട്ട് 2-ലെ 4ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇത് CA, CMA, CS ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് വേണ്ടിയുള്ള ഇൻകം ടാക്സ് അസസ്മെൻറ്റ് ഇയർ 25-26 ഇല്ലെങ്കിൽ പ്രീവിയസ് 24-25 വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണിത്. ഓക്കെ, നമുക്ക് സെഷൻ 32-ൻ്റെ ബാലൻസ് പോർഷനിലേക്ക് കടക്കാം. അപ്പോൾ സെഷൻ 32(1)(1) ഡിപ്രിസിയേഷൻ ഓൺ SLM ബേസിസ് പവർ സെക്ടർ അണ്ടർടേക്കിംഗ്. അപ്പോൾ പവർ സെക്ടർ അണ്ടർടേക്കിങ്ങിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. SLM ബേസിസിലോ WDV മെത്തേഡിലോ അവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ SLM ബേസിസ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ എന്താണ് പവർ സെക്ടർ അണ്ടർടേക്കിംഗ്? പവർ സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കമ്പനികളാണ്. പവർ ജനറേഷൻ നമുക്കറിയാം. നമുക്ക് അതിൻ്റെ ഇപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനോ ഇല്ലെങ്കിൽ കോൾ പവർ സ്റ്റേഷനോ ഇതൊക്കെ നമുക്കുണ്ടാകും, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഉണ്ടാവാം. അത് കഴിഞ്ഞാൽ അവിടെ നിന്നും അത് ടൗണിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ എവിടെയാണോ അത് കൺസ്യൂം ചെയ്യുന്നത് അവിടെ കൊണ്ടുവരേണ്ടി വരും. അതിന് ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിഷൻ ടവർ വഴി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അത് സബ്സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അത് വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ട്രാൻസ്ഫോമർ വഴി നമുക്ക് അത് 400 വോൾട്ടോ ഇല്ലെങ്കിൽ 230 വോൾട്ടോ ആയിട്ട് നമ്മുടെ വീടുകളിൽ എത്തുന്നു. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. അത് നിങ്ങളുടെ നോളജിന് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എപ്പോഴാണ് നിങ്ങളിത് SLM വേണോ WDV വേണോ എന്നുള്ളത് ഓപ്റ്റ് ചെയ്യേണ്ടത്? ഈ ഓപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഒരു പവർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങളെടുക്കുന്ന പ്രോജക്റ്റാണ്. ഒരു പവർ പ്രോജക്റ്റ് അത് വൺസ് പവർ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ ആ ഒരു അസസ്മെൻറ്റ് ഇയറിൽ നിങ്ങൾ റിട്ടേൺ ഓൺ ഇൻകം ROI അണ്ടർ സെക്ഷൻ 139(1) അനുസരിച്ച് ഫയൽ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അതിനൊരു ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് സാധാരണ ഇതിൽ വലിയ കമ്പനികളായിരിക്കും, അത് കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളായിരിക്കും ഇത്. അതാണ് ഇവർക്ക് 31 ഒക്ടോബറാണ് ലാസ്റ്റ് ഡേറ്റ്. അവർക്ക് ഓഡിറ്റിംഗ് മാൻഡേറ്ററി ആണ്. ഓഡിറ്റിംഗ് മാൻഡേറ്ററി അല്ലാത്ത കമ്പനികൾക്ക് 31 ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ അവർ വൺസ് ഈ ഡേറ്റിന് മുമ്പ് അവർ ഇത് SLM ബേസിസിൽ ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് അപ്പം ഇൻഡിവിജ്വലായിട്ട് അസറ്റുകൾ SLM വേണം WDV വേണം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൺസ് ഇവർ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ദാറ്റ് വിൽ ബി ഫൈനൽ. അവർക്ക് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് സാധാരണ നമ്മൾ ടാഞ്ചിബിൾ അസറ്റിന് മാത്രമേ SLM ഓപ്ഷനുള്ളൂ, ഇൻടാഞ്ചിബിൾ അസറ്റിന് WDV മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ 32(1)(3) ടെർമിനൽ ഡിപ്രിസിയേഷൻ. ടെർമിനൽ ഡിപ്രിസിയേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ടെർമിനൽ ഡിപ്രിസിയേഷൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളത് അത് ഒന്നുകൂടി ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടെർമിനൽ ഡിപ്രിസിയേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഈ ഒരു ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ നമുക്കിത് കൂടുതൽ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു കേസ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ്, ഓക്കെ, അസറ്റ് 5 lakhs ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ WDV ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് WDV 4 lakhs ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് കേസ് സെയിൽ വാല്യൂ നമുക്ക് 3 lakhs ഒരു കേസ് കണ്ടുപിടിക്കാം. സെക്കൻഡ് കേസിൽ നമുക്ക് 4.5 lakhs എടുക്കാം. തേർഡ് കേസിൽ 6 lakhs എടുക്കാം. 3 കേസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ 3 lakhs എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സെയിൽ വാല്യൂ 3 lakhs ആണ്. 3 lakhs മൈനസ് 4 lakhs, ദാറ്റ്സ് നെഗറ്റീവ്. അതായത് സെയിൽ വാല്യൂ ഈസ് ലെസ് ദാൻ WDV. ഈ ഒരു കേസിൽ എന്താണ് ഇത് അതിൻ്റെ WDV എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു വർത്താണോ, അതിൻ്റെ ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് ആക്ച്വൽ കോസ്റ്റ് ഡിപ്രിസിയേഷൻ കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ ആണിത്. അതിനേക്കാൾ കുറവാണ് WDVക്ക് കുറവാണ് സെയിൽ വാല്യൂ. ആ ഒരു കേസിൽ അതൊരു ലോസ് പോലെ കൺസിഡർ ചെയ്യാം. അപ്പോൾ WDV മൈനസ് സെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ടെർമിനൽ ഡിപ്രിസിയേഷനാണ്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഓഫ് ഇൻ P&L ആസ് ബിസിനസ് ലോസ്. നൗ ഇപ്പം സെയിൽ വാല്യൂ 4.5 lakhs ആണെന്നിരിക്കട്ടെ. സെയിൽ വാല്യൂ 4.5 lakhs ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് 5 lakhs നമ്മൾ പറഞ്ഞു.
അപ്പം അതിനേക്കാളും കുറവാണ്. ഓക്കെ, അതിനേക്കാൾ കുറവാണ് 4.5 lakhs സെയിൽ വാല്യൂ. അത് പക്ഷേ $4 lakhs കൂടുതലുമാണ്. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ സെയിൽ വാല്യൂ എന്ന് പറയുന്ന 4.5 lakhs, സെയിൽ വാല്യൂ എന്ന് പറയുന്ന 4.5 lakhs ഈസ് ഗ്രേറ്റർ ദാൻ 4 lakhs. ആക്ച്വൽ കോസ്റ്റ് 5 lakhs ഗ്രേറ്റർ ദാൻ സെയിൽ വാല്യൂ 4.5 lakhs. അപ്പം അങ്ങനെയുള്ള കേസിൽ അപ് ടു ദ ആക്ച്വൽ കോസ്റ്റ്, ഓക്കെ, 5 ലക്ഷം വരെ 5 lakhs വരെ നമുക്ക് സെയിൽ വാല്യൂ വരും. പക്ഷേ അത് WDVയിലും കൂടുതലാണെങ്കിൽ ആ ഡിഫറൻസ് സെയിൽ വാല്യൂ മൈനസ്, ഇപ്പോൾ സെയിൽ വാല്യൂ WDVക്ക് കൂടുതലായ കേസിൽ എന്താണ്, നമ്മൾ സെയിൽ വാല്യൂ മൈനസ് WDV എന്ന് പറയുന്നൊരു പോസിറ്റീവ് വാല്യൂ വരും. അതൊരു പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതിന് നമ്മൾ ബാലൻസിങ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് PGBPയിൽ ടാക്സബിളാണ്. ഓക്കെ, ദാറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ PGBP. ഇനി അടുത്ത കേസ് 6 lakhs. 6 lakhs എന്നപ്പം 5 lakhs ആണ് ആക്ച്വൽ കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റിലും കൂടുതലാണ്. അപ്പം 6 lakhs മൈനസ് 5 lakhs എന്ന് പറഞ്ഞാൽ 1 lakh കൂടുതലാണ്. ശരിക്കും അതിൻ്റെ വർത്ത് 5 lakhs ഉള്ളൂ, ആക്ച്വൽ കോസ്റ്റ് 5 lakhs ഉള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ഡിപ്രിസിയേഷൻ കിട്ടാൻ പറ്റില്ല. അപ്പം ഈ ഒരു കേസിൽ അപ് ടു 5 lakhs വരെ ഇതിനെ 2 പാർട്ടായിട്ട് കണക്കാക്കണം. അപ്പം എന്താണ്, അപ് ടു 5 lakhs ആക്ച്വൽ കോസ്റ്റ് വരെ ഒരു പ്രോസസ്സും ആക്ച്വൽ കോസ്റ്റിന് ശേഷമുള്ളൊരു വേറൊരു പ്രോസസ്സാണ്. ആക്ച്വൽ കോസ്റ്റിന് കൂടുതൽ കിട്ടുന്ന വാല്യൂ ആക്ച്വൽ കോസ്റ്റ് അതിൽ നിന്നും ആക്ച്വൽ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 50 ആണ്. ഓക്കെ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ബാലൻസിങ് ചാർജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് അപ് ടു അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനാണ്. അപ്പോൾ ബാലൻസിങ് ചാർജ് വരെ ഉള്ളത് 5 lakhs. അപ്പോൾ 5 lakhs മൈനസ് WDV ആയ 4 lakhs എന്ന് പറഞ്ഞാൽ 1 lakh എന്ന് പറയുന്നത് എന്തായിരിക്കും, ബാലൻസിങ് ചാർജ് ആയിരിക്കും. ബാലൻസിങ് ചാർജ് അതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് മുകളിൽ 5 lakhs മുകളിൽ 6 lakhs മൈനസ് 5 lakhs എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനാണ്. എപ്പോഴും നമുക്ക് ബാലൻസിങ് ചാർജ് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനാണ്. ഇവിടെ 5 lakhs നിന്ന് 4 lakhs 4 lakhs WDV എന്ന് പറയുമ്പം 5 lakhs ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ 1 lakh ആണ് മാക്സിമം അവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ നമുക്ക് അലോ ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ നമുക്ക് ഈ ബാലൻസിങ് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിൽ പ്രോഫിറ്റായിട്ട് കണക്കാക്കി ടാക്സ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് PGBP ഇൻകമായിട്ട് വരുന്നത് മാക്സിമം ഡിപ്രിസിയേറ്റഡ് എമൗണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ, മാക്സിമം. അതുകൊണ്ട് അപ് ടു നമ്മുടെ എന്താണ് ആക്ച്വൽ കോസ്റ്റ് വരെ ആ ഒരു ചാർജ് മാത്രം അപ് ടു ആ ലെവലിൽ നമ്മൾ PGBP ചാർജ് ചെയ്യും. അതിന് മുകളിൽ 6 lakhs മൈനസ് 5 lakhs എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇവിടെ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാലൻസിങ് ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ഓഫ് WDV മൈനസ് സെയിൽ. നമ്മൾ നേരത്തെ പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ സെയിൽ വാല്യൂ മൈനസ് WDV ആയിരുന്നു. ഇത് നമ്മൾ തിരിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ നെഗറ്റീവ് വാല്യൂ ഓഫ് WDV മൈനസ് സെയിൽ വാല്യൂ ആണ്. ഓക്കെ, അപ്പം സെക്ഷൻ 41(2) അനുസരിച്ച് ബാലൻസിങ് ചാർജ് ഇസ് ഫുള്ളി ടാക്സബിൾ ആസ് എ ബിസിനസ് ഇൻകം PGBP ഇൻകം ഇൻ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് സച്ച് ഇൻകം ഫോൾസ് ടു. എന്നാണോ നമ്മളത് ആ ഇൻകം നമുക്ക് വരുന്നത് ആ ഇൻകത്തിൽ അത് PGBP ഇൻകമായിട്ട് ടാക്സബിളാണ്. ദ പ്രൊവിഷൻ ഹോൾഡ്സ് ഗുഡ് ഈവൻ ഇഫ് ദ ബിസിനസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദാറ്റ് ഇയർ. ആ ബിസിനസ് അത് സ്റ്റോപ്പായി കഴിഞ്ഞു, എല്ലാം നിന്നുപോയി. എന്നാലും നമുക്ക് എപ്പോഴാണോ ആ ഇൻകം വരുന്നത് ആ ഇൻകം കിട്ടുന്ന സമയത്ത് അത് ആ എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും. അപ്പം ആക്ച്വൽ കോസ്റ്റിനൊക്കെ കൂടുതൽ കിട്ടുന്ന എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും അണ്ടർ സെക്ഷൻ 50A. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ A ലിമിറ്റഡ് ഒരു പവർ സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് 50 lakhs on 1/4/22 ആൻഡ് എലിജിബിൾ ഫോർ ഡിപ്രിസിയേഷൻ. അത് ഒരു പ്ലാന്റ് പർച്ചേസ് 50 lakhs പർച്ചേസ് ചെയ്തു. ഡിപ്രിസിയേഷൻ 15% അത് SLM ബേസിസിലാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ബാലൻസിങ് ചാർജും ടെമ്പിൾ ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യണം ആസ് ഓൺ 21/4/24. അതായത് 2 കൊല്ലം കഴിഞ്ഞുള്ള ഡിപ്രിസിയേഷനും ടെമ്പിൾ ഡിപ്രിസിയേഷനും
ബാലൻസിങ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 3 കേസുകൾ പറഞ്ഞിട്ടുണ്ട്. അത് 7.5 lakhs അത് സെയിൽ പ്രൈസ് വിൽക്കുന്നു, 30 lakhs, 45 lakhs, 55 lakhs, 4 കേസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കേസും നമ്മളിവിടെ കണക്കാക്കാം. അപ്പം എന്താണ് ഇവിടുത്തെ WDB ആസ് ഓൺ 1/4/24? ഇത് വാങ്ങിച്ചത് 1/4/22 അത് കഴിഞ്ഞ് 2 കൊല്ലം ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അത് മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ WDB എന്ന് പറയുന്നത്. അതൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് 50 lakhs ആണ്, ലെസ് ഡിപ്രിസിയേഷൻ 15% for 2022-23 ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഫുൾ ഡിപ്രിസിയേഷൻ 7.5 lakhs കുറയുന്നു. നെക്സ്റ്റ് ഇയറിൽ വീണ്ടും SLM ആയതുകൊണ്ട് വീണ്ടും ഒറിജിനൽ കോസ്റ്റിന് മുകളിൽ 15% കാൽക്കുലേറ്റ് ചെയ്ത് 7.5 lakhs അവിടെയും കുറയുന്നു. 35 lakhs ആണ് WDB. ഇത് എല്ലാ കേസിലും സെയിം ആണ്, 35 lakhs തന്നെയാണ്. അപ്പോൾ സെയിൽ ചെയ്യുന്ന വാല്യൂ 7.5 lakhs ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് സെയിൽ വാല്യൂ? ഇവിടെ കണ്ടീഷൻ എന്താണ്? ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽ വാല്യൂ ഈസ് ലെസ് ദാൻ ദ WDB. ഈ കേസിൽ എന്തായിരിക്കും? അപ്പോൾ സെയിൽ വാല്യൂ മൈനസ് WDB എന്ന് പറയുന്നത് അത് ടെർമിനൽ ഡിപ്രിസിയേഷൻ ആയിരിക്കും. ഇതൊരു ലോസ് ആണ്. ഓക്കെ, ഇതൊരു ലോസ് പോലെയാണ്. അപ്പം ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ടെർമിനൽ ഡിപ്രിസിയേഷനാണ്. അത് റേറ്റ് ഓഫ് ചെയ്യുന്ന വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ബാലൻസിങ് ചാർജിൻ്റെ കേസോ ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒന്നും അതിനകത്ത് വരുന്നില്ല. സെക്കൻഡ് കേസ് എന്താണ്? 30 lakhs ആണ്. 30 lakhs എന്ന് പറഞ്ഞാൽ എന്താ? അതും കുറവ് തന്നെയാണ്. സെയിൽ വാല്യൂ 30 lakhs എന്ന് പറഞ്ഞാൽ സെയിം കണ്ടീഷനാണ്. അപ്പോൾ 5 lakhs ആയിരിക്കും അവിടുത്തെ ടെർമിനൽ ഡിപ്രിസിയേഷൻ. തേർഡ് കേസ് 45 lakhs എന്ന് പറഞ്ഞാൽ അത് സെയിൽ വാല്യൂ കൂടുതലാണ്, പക്ഷേ 45 lakhs എന്ന് പറയുന്നത് 50 lakhs എന്നുള്ള ആക്ച്വൽ കോസ്റ്റിലും കുറവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ എന്താണ്? WDB എന്ന് പറയുന്നത് 35ഉം ഓക്കെ, സെയിൽ വാല്യൂ ഈസ് മോർ ദാൻ WDB ബട്ട് ലെസ് ദാൻ ആക്ച്വൽ കോസ്റ്റ്. ഈ ഒരു കേസാണ്. ആ ഒരു കേസിൽ 10,000 എന്ന് പറയുന്നത് എന്താണ്? അത് ബാലൻസിങ് ചാർജാണ്. ഓക്കെ, ഇനി 55 lakhs എന്ന് പറഞ്ഞ കേസിൽ എന്താണ്? ഇവിടെ സെയിൽ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ WDB ആൻഡ് ഗ്രേറ്റർ ദാൻ ആക്ച്വൽ കോസ്റ്റ് അല്ലേ? ആക്ച്വൽ കോസ്റ്റിന് കളും കൂടുതലാണ്. ഇത് തെറ്റാണ്. ആക്ച്വൽ കോസ്റ്റ് WDB. സെയിൽ വാല്യൂ ആക്ച്വൽ കോസ്റ്റിന് കൂടുതലാണ്. ഓക്കെ, സെയിൽ വാല്യൂ WDBക്കാളും കൂടുതലാണ്. ആക്ച്വൽ കോസ്റ്റ് WDB കൂടുതലാണ്, പക്ഷേ സെയിൽ വാല്യൂ കുറവാണ്. ഈ ഒരു കേസാണ് ഇവിടെ വരുന്നത്. ആ ഒരു കേസിൽ അപ് ടു 50 lakhs എന്ന് പറയുന്ന ആക്ച്വൽ കോസ്റ്റ് വരെ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് 50 - 35 എന്ന് പറഞ്ഞാൽ 15 lakhs എന്ന് പറയുന്നത് ബാലൻസിങ് ചാർജും 50 lakhsന് മുകളിലുള്ള 55 - 50 lakhs എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമാണ്. അതിന് കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ്? നമുക്ക് മാക്സിമം ബാലൻസിങ് ചാർജ് കനോട്ട് എക്സീഡ് ദ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. ഇവിടെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 15 lakhs ഉള്ളൂ മാക്സിമം. 2 കൊല്ലത്തെ ഡിപ്രിസിയേഷൻ മാത്രമേ ഉള്ളൂ. അതിൽ മുകളിൽ ബാലൻസിങ് ചാർജ് ആയിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. അതിന് മുകളിലുള്ള ക്യാപിറ്റൽ ഗെയിനായിട്ട് മാറും. ഓക്കെ, ടോട്ടൽ ബാലൻസിങ് ചാർജ് ഈസ് 20,000 വിച്ച് ഈസ് മോർ ദാൻ 15 lakhs. അതാണ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. ഓക്കെ, അപ്പം ഹെൻസ് ബാലൻസിങ് ചാർജ് റെസ്ട്രിക്റ്റഡ് ടു 15 lakhs ആൻഡ് ദ ബാലൻസ് 5 lakhs shall be treated as short term capital gain. നമുക്കൊരു എക്സാമ്പിൾ കൂടെ കൺസിഡർ ചെയ്യാം. ബി ഇലക്ട്രിക് കമ്പനി. ഓക്കെ, ബി ഇലക്ട്രിക് കമ്പനി വിച്ച് വാസ് ചാർജിങ് ഡിപ്രിസിയേഷൻ ഓൺ SLM basis. ഓക്കെ, ആക്ച്വൽ കോസ്റ്റ് 20 lakhs, WDB 18,72,300. ഓക്കെ, during 24-25 after 2 years. What will be the tax treatment for AB 25-26 if the asset is sold for 30 lakhs, 18.73 lakhs, and 19.8 lakhs, 21 lakhs. Okay, let us consider this example. ഇവിടെ WDB ഓൾറെഡി തന്നിട്ടുണ്ട് 18 lakhs, 18.723 lakhs. ഓക്കെ, അതായത് 18 lakhs 72,300 തന്നിട്ടുണ്ട്. കോസ്റ്റ് 20 lakhs തന്നിട്ടുണ്ട്. അപ്പം WDB എല്ലാ കേസിലും സെയിം തന്നെ ആയിരിക്കും. അത് മാറാൻ പോകുന്നില്ല. ആസൺ 1/4/24 ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ആക്ച്വൽ കോസ്റ്റ് ആസൺ 1/4/24 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 18 lakhs 72,300 അത് സെയിം ആയിരിക്കും.
അതിൽ നിന്നും സെയിൽസ് നമുക്ക് മൈനസ് ചെയ്യണം. സെയിൽസ് ഫസ്റ്റ് കേസിൽ 30,000 എന്ന് പറഞ്ഞാൽ അത് ലെസ് ദൻ WDV ആയതുകൊണ്ട് അത് ടെർമിനൽ ഡിപ്രിസിയേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി സെയിം ആണ്, സെയിൽ വാല്യൂയും WDV സെയിം ആണ്. അപ്പോൾ അവിടെ വേറെ നമുക്ക് ടെർമിനൽ ഡിപ്രിസിയേഷനും ബാലൻസ് ചാർജ് ഒന്നും വരുന്നില്ല, 0 ആണ് ബാലൻസ് എന്ന് പറയുന്നത്. ഇനി WDVയേക്കാൾ കൂടുതലും സെയിൽ വാല്യൂ WDV ഒക്കെ കൂടുതൽ 19.8 lakhs ആക്ച്വൽ കോസ്റ്റ് 20 കുറവാണ്. ആ കേസിൽ അത് ബാലൻസിങ് ചാർജാണ്. ഓക്കെ, ഇനി ആക്ച്വൽ കോസ്റ്റ് 20 lakhs കൂടുതലാണ് സെയിൽ വാല്യൂ, WDV കൂടുതലാണ്. അപ്പോൾ അപ് ടു 20 lakhs വരെ അത് ബാലൻസിങ് ചാർജ് 1,27,000 അതിന് മുകളിൽ കിട്ടുന്ന എമൗണ്ട് 21 മൈനസ് 20 lakhs എന്ന് പറഞ്ഞാൽ 1 lakh എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ആണ്. ഇനി നമുക്ക് ആക്ച്വൽ കോസ്റ്റ് എന്താണ്, അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. സെക്ഷൻ 43(1) അനുസരിച്ച് ആക്ച്വൽ കോസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനിലെ കൺസ്ട്രക്ഷൻ, അതാണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് അക്വിസിഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്തെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ എലിജിബിൾ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാം. എന്തെങ്കിലും ഗവൺമെൻറ് ഗ്രാൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ പല കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പം ചില കാര്യങ്ങൾ കുറയ്ക്കും, ചില കാര്യങ്ങൾ ആഡ് ചെയ്യും. Actual cost means the actual cost of the asset to the assessee reduced by that portion of the cost thereof, if any, as has been met directly or indirectly by any person or authority. അപ്പോൾ അത് എന്തെങ്കിലും ഡയറക്റ്റ് കോസ്റ്റോ ഇൻഡയറക്റ്റ് കോസ്റ്റോ ഉണ്ടെങ്കിൽ അത് നമുക്ക് മൈനസ് ചെയ്യാം. ദ ഫോളോയിങ് കോസ്റ്റ് ഷാൽ ബി ഇൻക്ലൂഡഡ് ടു ബി ആഡഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ടു കാൽക്കുലേറ്റ് ആക്ച്വൽ കോസ്റ്റ്. അപ്പം നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാം, മറ്റു ചില കാര്യങ്ങൾ അതിനകത്ത് കൂടെ നമുക്ക് ചേർക്കും. എന്തൊക്കെ അതിനകത്ത് വരും? കോസ്റ്റ് ഓഫ് പ്രൈസ്, നമ്മളൊരു സാധനം വാങ്ങിക്കുക അതിൻ്റെ കോസ്റ്റ്, വാങ്ങിക്കുമ്പോഴുള്ള കോസ്റ്റ്, പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ മണി ബോറോഡ് ഫോർ പർച്ചേസ് ഓഫ് ദ അസറ്റ് ടിൽ ദ അസറ്റ് ഈസ് പുട്ട് യൂസ്. അത് വാങ്ങിച്ച് നമ്മളൊരു ചിലപ്പോൾ ലോൺ എടുത്തായിരിക്കും വാങ്ങിക്കുന്നത്. ലോൺ എടുത്ത് വാങ്ങിച്ചാൽ ആ അസറ്റ് പുട്ട് യൂസ് ചെയ്താൽ മാത്രമേ അത് ബിസിനസ്സിൽ യൂസ് ആവുന്നുള്ളൂ. പുട്ട് യൂസ് ചെയ്യുന്നതിനുള്ള എല്ലാ എക്സ്പെൻസുകളും അതിനകത്ത് വരുന്നത് അതിനകത്ത് എടുക്കാം. അപ്പോൾ അതിനകത്തുള്ള ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം അതിനകത്ത്, ബാങ്ക് ഇൻട്രസ്റ്റും എല്ലാം അതിനകത്ത് വരാം. അതുപോലെ ബാങ്ക് ചാർജസ് ഓൺ ബാങ്ക് ഗ്യാരണ്ടി, LC ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. എന്താണ് LC? എന്താണ് ബാങ്ക് ഗ്യാരണ്ടി? LC എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ കമ്മിറ്റ്മെൻറ്റ് ബൈ എ ഫോറിൻ ബയേഴ്സ് ബാങ്ക് ടു പേ വൺ ദ എക്സ്പോർട്ടർ ഷിപ്സ് ദ ഗുഡ്സ് ആൻഡ് പ്രസൻസ് ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ് ടു ദ എക്സ്പോർട്ടേഴ്സ് ബാങ്ക് ആസ് എ പ്രൂഫ്. അപ്പം LC എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ടർക്ക് അറിയില്ല സാധനം നമ്മൾ വൺസ് എക്സ്പോർട്ട് അല്ല നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല, നമുക്ക് അവരെയും വിശ്വാസമില്ല. വൺ സാധനം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പൈസ തരുമെന്നുള്ള എന്താ ഗ്യാരണ്ടി? അതുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഒരു ബാങ്ക് അവിടെ ഒരു നീ പറഞ്ഞാൽ ബാങ്ക് ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കും. അപ്പം ബാങ്കിൻ്റെ സൈഡിൽ നിന്നും ഒരു കോൺട്രാക്ട് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പം ബാങ്ക് ചെക്ക് ചെയ്യുന്നു ഇത് റിസീവ് ചെയ്യുന്ന ആളുടെ കയ്യിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് നോക്കും. ആ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ബാങ്ക് ഗ്യാരണ്ടി നൽകുന്നു. നിങ്ങൾ സാധനം ഷിപ്മെൻറ്റ് ചെയ്ത് അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിൻ്റെ പ്രൂഫ് തന്നു കഴിഞ്ഞാൽ ഈ പൈസ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ആ ഒരു കേസാണിത്. അപ്പോൾ ഇറ്റ്സ് എ ട്രേഡ് ഫിനാൻസ് ടൂൾ. ഓക്കെ, ട്രേഡ് ഫൈനാൻസ് ടൂൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആർ ഡിസൈൻ ടു പ്രൊട്ടക്ട് ബോത്ത് എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടർ. രണ്ടുപേരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഫൈനാൻസ് ടൂളാണിത്. എന്ന് പറഞ്ഞാൽ ദിസ് മീൻ ദ എക്സ്പോർട്ടർ ഗെറ്റ്സ് എ ഗ്യാരണ്ടി ഓഫ് പേയ്മെൻറ്റ് വൈൽ ഓഫറിംഗ് ദി ഇമ്പോർട്ടർ റീസണബിൾ പേയ്മെൻറ്റ് ഇൻ ടേംസ്. ഇനി ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട്. ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത് പ്രോമിസ് ഫ്രം ദ ബാങ്ക് ദാറ്റ് ഇറ്റ് വിൽ പേ എ തേർഡ് പാർട്ടി ഇഫ് ദ ഡെപ്റ്റർ ഡിഫോൾട്ട്സ് ഓൺ എ ലോൺ ഓർ കോൺട്രാക്ട്. ഇപ്പം നമ്മൾ പറയുന്നു ഇന്ന ദിവസം ഇല്ലെങ്കിൽ വിത്തിൻ ദിസ് ഈ മാസത്തിനകം നമ്മൾ ഡെലിവറി ചെയ്യാമെന്ന് പറയുന്നു. അപ്പം നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഇൻ കേസ് ഒരു ഡിലേ ഉണ്ടായാൽ അതിനൊരു ഫൈൻ കാണും. അപ്പോൾ ഒരു ബാങ്ക് ഗ്യാരണ്ടി ബാങ്കിൻ്റെ സൈഡിൽ നമ്മൾ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ പൈസ ആയിട്ട് അവർക്ക് നേരത്തെ കൊടുക്കുന്നില്ല. ഡിഫോൾട്ട് ഉണ്ടായാൽ മാത്രമേ ഇത് ഈ കേസ് ആപ്ലിക്കബിൾ ഉള്ളൂ, എന്നാൽ മാത്രമേ പൈസ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒരു ബാങ്ക് നമുക്ക് വേണ്ടി ഗ്യാരണ്ടി കൊടുക്കും നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിനൊരു ബാങ്ക് ചാർജസും ഒക്കെ വരും, ബാങ്ക് ഗ്യാരണ്ടി ചാർജസും LC ചാർജും ഒക്കെ വരും. ഇതെല്ലാം നമുക്ക് പുട്ട് യൂസ് ചെയ്യുന്ന വരെ ഉള്ള കോസ്റ്റ്
നമുക്ക് ആപ്ലിക്കബിളാണ്. ഇത് ആക്ച്വൽ കോസ്റ്റിനൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ട്രാവലിംഗ് എക്സ്പെൻസസ് ഫോർ അക്വയറിംഗ് അസറ്റ്. ഞാനിപ്പോൾ ചൈനയിൽ പോയി ഒരു മെഷീനറി എടുക്കുന്നതെങ്കിൽ ചൈനയിൽ പോയി നോക്കുന്ന കോസ്റ്റും മറ്റു കാര്യങ്ങളും ട്രാവലിംഗ് എക്സ്പെൻസും എല്ലാം അതിനകത്ത് ആഡ് ചെയ്യാം. അത് പുട്ട് യൂസ് ചെയ്യുന്നത് വരെയുള്ള കോസ്റ്റ്. പിന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജസ്, പിന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വന്നു. നമ്മൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് നമുക്ക് ചില മോഡിഫിക്കേഷൻ വരുത്തിയാൽ ഇവിടെ നമ്മുടെ കണ്ടീഷനിൽ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ചില മോഡിഫിക്കേഷൻ വരും. ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കോസ്റ്റുകളാണ്. ഇനി സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണമല്ലോ, ഇതെങ്ങനെ യൂസ് ചെയ്യണം, പ്ലാന്റ് യൂസ് ചെയ്യുന്നു, അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. എക്സ്പെൻസസ് ഓഫ് എസെൻഷ്യൽ കൺസ്ട്രക്ഷൻ വർക്ക് ഡൺ, വർക്ക് സച്ച് എസ് ഫൗണ്ടേഷൻ ടു ഫിക്സ് ദ മെഷീനറി, കോൾഡ് സ്റ്റോറേജ് റൂം, കൂളിംഗ് ടവേഴ്സ്. അപ്പോൾ എന്തെങ്കിലും അതിന് ആൻസിലറി ആയിട്ടുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസ് നമുക്ക് വേണം. ഇപ്പോൾ ഒരു കൂളിംഗ് ടവർ വേണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വേണം, അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലാന്റിൻ്റെ കോസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. എക്സ്പെൻസസ് നെസസറി ടു ബ്രിങ് ദ അസറ്റ് ടു സൈറ്റ് ഇൻസ്റ്റലേഷൻ ആൻഡ് മേക്ക് ഇറ്റ് റെഡി ഫോർ യൂസ്, അതുപോലെ ക്യാരേജ് ഇൻവേർഡ്, ലോഡിംഗ് അൺലോഡിംഗ്, ട്രയൽ റൺ കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്താം. ഇഫ് യു ഗെറ്റ് ഇൻ റവന്യൂ ബൈ സെല്ലിങ് ദ ട്രയൽ റൺ പോസ്റ്റ്, നിങ്ങൾ ഇത് ട്രയൽ റൺ നടത്തി ചില പ്രൊഡക്ഷൻ നടത്തി, നല്ല സാധനങ്ങളാണ്, ഒരു കുഴപ്പമില്ല, ട്രയൽ റൺ സക്സസ് ആയിരുന്നു. അപ്പോൾ ഈ സാധനങ്ങൾ നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റവന്യൂ കിട്ടും. ആ റവന്യൂ P&L ചെയ്യുന്നത് നിങ്ങൾ ഇത് കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ. ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ കോസ്റ്റ് ഓഫ് ദ അസറ്റ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ ടു P&L. കാരണം നിങ്ങൾ ആക്ച്വൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ബിസിനസ് ഇൻകം അല്ല അത് ബിസിനസ് ഇൻകം കണക്കാക്കാൻ പറ്റില്ല. നിങ്ങൾ കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഓക്കെ. ഇറ്റ് ഈസ് ഏൺഡ് ബിഫോർ ദ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആൻഡ് പുട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള കോസ്റ്റാണ്. ആ ഒരു റവന്യൂ ആണത്. എക്സ്പെൻസസ് ഓൺ ഇൻഷുറൻസ്, പവർ ആൻഡ് ഫ്യൂവൽ ഇൻകേർഡ് ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇൻഷുറൻസ് കോസ്റ്റ്, പവർ ആൻഡ് ഫ്യൂവൽ കോസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. എക്സ്പെൻസസ് ദാറ്റ് ആർ ഇൻകേർഡ് ഫോർ ഇൻക്രീസിങ് ദ കപ്പാസിറ്റി ടു മേക്ക് ഫിറ്റ് പ്രിയർ ടു ഇറ്റ്സ്. അപ്പോൾ നമുക്ക് ചില കപ്പാസിറ്റി എൻഹാൻസ്മെൻറ്റൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ റൂം ചെറുതായിരിക്കും, റൂമിൻ്റെ സിസ്റ്റം വലുതാക്കേണ്ടി വരും. അപ്പോൾ അത് ഒക്കെ നമുക്ക് ഇതിനകത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും കപ്പാസിറ്റി എൻഹാൻസ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും കോസ്റ്റ് വരുന്നത് അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, പുട്ട് യൂസ് ചെയ്യുന്നത് വരെയുള്ള കോസ്റ്റ്, ഇൻട്രസ്റ്റ് എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യും ടിൽ ദ പോയിന്റ് ഇറ്റ് ഈസ് ആഡഡ് ടു ദ ആക്ച്വൽ കോസ്റ്റ്. അപ്പം ലോൺ ടേക്കൺ, പർച്ചേസ് അസറ്റ്, പർച്ചേസ്ഡ് അസറ്റ്, ഇൻസ്റ്റാൾഡ്, ട്രയൽ റണ്ണ്, റെഡി ടു യൂസ്, പുട്ട് യൂസ്. അപ്പോൾ പുട്ട് യൂസ് വരെയുള്ള എല്ലാ കോസ്റ്റും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഈ ലോൺ റീപേയ്മെൻറ്റ്, ഇൻട്രസ്റ്റ്, EMI എല്ലാം പുട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം റവന്യൂ എക്സ്പെൻസായിട്ട് മാറും. അതുവരെയുള്ളതെല്ലാം നമുക്ക് ക്യാപിറ്റൽ കോസ്റ്റിനകത്തോട്ട് മാറ്റുകയും അത് കഴിഞ്ഞ് പുട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള കോസ്റ്റ് റവന്യൂ എക്സ്പെൻസായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് അസറ്റ്, അതിൽ ആഡ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടിൽ പുട്ട് യൂസ്, പിന്നെ എക്സ്പെൻസസ് incurred for acquiring asset, expense incurred in connection with installation, trial run cost, then forex fluctuation. നമ്മൾ ഫോറക്സ് ഫ്ലക്ച്വേഷൻസ് വരാം. അപ്പോൾ നിങ്ങൾ $1 85 ഉള്ളപ്പോൾ നിങ്ങൾ വാങ്ങിച്ചത് ലോൺ റീപേയ്മെൻറ്റ് ചെയ്തപ്പോൾ അത് 90 രൂപയായിട്ട് മാറി. ഓക്കെ. അപ്പോൾ പുട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ലോൺ റീപേയ്മെൻറ്റ് നടത്തുമ്പോഴത്തേക്ക് എക്സസ് എമൗണ്ട് നിങ്ങൾ പേ ചെയ്ത് വരുന്നുണ്ട്. ആ എക്സസ് എമൗണ്ട് നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ലെസ് എനി എമൗണ്ട് റിസീവ്ഡ് ഓൺ ട്രയൽ ആൻഡ് പ്രോഡക്റ്റ്. എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ട്രയൽ ആൻഡ് പ്രോഡക്റ്റ് നിങ്ങൾ ചെയ്തപ്പോൾ ഉള്ള ആ പ്രോഡക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്തപ്പോൾ കിട്ടിയൊരു കോസ്റ്റ് ഉണ്ടെങ്കിൽ, ആ പറയുന്നൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ, റവന്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് കുറയ്ക്കാം. സബ്സിഡി ഓർ ഗ്രാൻഡ് റിസീവ്ഡ് ബൈ എനി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സബ്സിഡിയോ ഗ്രാൻഡോ ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ടോ, അതൊക്കെ ഇതിനകത്ത് കുറയ്ക്കാം. ഇതെല്ലാം കഴിയുമ്പോൾ ആക്ച്വൽ കോസ്റ്റ് കമ്പ്യൂട്ടിംഗ് ഡിപ്രിസിയേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞാൽ നമ്മളൊരു അസറ്റ് നമ്മൾ വാങ്ങിക്കുമ്പം ക്യാഷിൽ വാങ്ങിക്കാൻ പറ്റില്ല. മാക്സിമം 10,000 പെർ ഡേ പെർ അസറ്റ് മാത്രമേ നമുക്ക് പേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കുന്നു, അതിൽ 20,000 ക്യാഷായിട്ടും 30,000 ത്രൂ ബാങ്ക്, മേ ബി സം അക്കൗണ്ട് പേ, ചെക്ക്, നെറ്റ് ബാങ്കിങ്, വട്ടവർ നിങ്ങൾ കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 20,000 മോർ ദാൻ 10,000 പെർ ഡേ ആയതുകൊണ്ട് അത് ഇവിടെ അലോ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ ആക്ച്വൽ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയില്ല. ബാങ്ക് വഴിയുള്ള പേയ്മെൻറ്റ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മെഷീനറി 20,000 ഉള്ള ഒരു മെഷീനറി 10,000 ക്യാഷ് പേയ്മെൻറ്റ് കൊടുത്തു ഒരു ദിവസം. അതേ ദിവസം വൈകിട്ട് വീണ്ടും ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കാറുണ്ട് 4 മണിക്ക്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മോർ ദൻ 10,000 പേ ചെയ്തു. അപ്പോൾ അത് അലോവബിൾ അല്ല. രണ്ടാമത്തെ കേസിൽ 1 lakh അതിൻ്റെ മെഷീനറി കോസ്റ്റ്. നിങ്ങൾ 5 ദിവസമായിട്ട് പല ദിവസങ്ങളിൽ, ഒരു ദിവസമല്ല പല ദിവസങ്ങൾ, ഓരോ ദിവസം 10,000 വെച്ച് പേ ചെയ്തു. അത് അലോവബിളാണ്. ഓക്കെ. അത് 10 ദിവസം നിങ്ങൾ പേ ചെയ്യുകയാണ്.
10,000 വെച്ച് അത് അലോബിളാണ്. കാര്യം ഒരു ദിവസം 10,000 പേ ചെയ്തിട്ടില്ല ഒരു മെഷീനറിയുടെ മുകളിൽ. ഓക്കെ, ഈ വേറൊരു കേസിൽ 10,000 മെഷീനറിയുടെ കോസ്റ്റ്. നിങ്ങൾ ഒരു ദിവസം 5,000 കൊടുത്തു, നെക്സ്റ്റ് ഡേയിൽ 10,000 കൊടുത്തു. ഓക്കെ, ക്യാഷ് കൊടുത്തു. പിന്നെ 15,000 ചെക്കായിട്ടും കൊടുത്തു. അപ്പം അത് അലോബിളാണ്. കാര്യം ഒരു ദിവസം നിങ്ങൾ 25,000 പേ ചെയ്തെങ്കിലും 10,000 മാത്രമേ ക്യാഷായിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 15,000 അക്കൗണ്ട് പേ ചെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് അലോബിളാണ്. അടുത്ത വേറൊരു കേസിൽ 2 മെഷീൻ, ഒരു മെഷീൻ 8,000 മറ്റ് 7,000 അപ്പോൾ നമ്മൾ ക്യാഷ് 15,000 കൊടുക്കുകയാണ്. അത് അലോബിളാണ്. കാര്യം ഒരേ മെഷീൻ്റെ മുകളിലല്ല, ഡിഫറെൻറ്റ് മെഷീൻസിൻ്റെ മുകളിലാണ്, ഡിഫറെൻറ്റ് ബിൽസാണ്. ഒരു ദിവസം തന്നെ 15,000 പേ ചെയ്താൽ പോലും ഡിഫറെൻറ്റ് മെഷീനറി ആയതുകൊണ്ട് അത് അലോബിളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കാം. നമുക്ക് സയൻറ്റിഫിക് അസറ്റ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ബിസിനസ്, സയൻറ്റിഫിക് അസറ്റ് 35, സ്പെസിഫൈഡ് ബിസിനസ് 35, ഇതെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുകയില്ല. ഇതിനൊക്കെ നമ്മൾ ഈ സയൻറ്റിഫിക് അസറ്റും സ്പെസിഫൈഡ് ബിസിനസ്, സയൻറ്റിഫിക് അസറ്റിൽ എന്താണ്, നമ്മൾ സയൻറ്റിഫിക് റിസർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന അസറ്റ്, അത് 100% നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ സ്പെസിഫൈഡ് ബിസിനസ്, ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്ന ചില ബിസിനസ്സുകളുണ്ട്, സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറയും. ഓക്കെ, അത്തരം ബിസിനസ്സുകൾ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഫുൾ ഡിഡക്ഷൻ 100% ഡിഡക്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കേസിൽ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നില്ലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് നമ്മളത് ബിസിനസ്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് നില്ലായിട്ട് കണക്കാക്കേണ്ടി വരും. കാര്യം ആക്ച്വൽ കോസ്റ്റ് നിങ്ങൾ മൊത്തം ഡിഡക്ഷൻ 100% ഡിഡക്ഷൻ കൊടുക്കുകയാണ്. 100% കൂടുതൽ ഡിഡക്ഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ആക്ച്വൽ കോസ്റ്റ് നില്ലായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കേസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, നിങ്ങളുടെ ഇൻവെൻട്രി. അപ്പോൾ ഇൻവെൻട്രി നിങ്ങൾ ക്യാപിറ്റൽ അസറ്റായിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ആക്ച്വൽ കോസ്റ്റ് അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കണം. ആ ഡേറ്റ് ഓഫ് കൺവേർഷനിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുത്ത് അത് ആക്ച്വൽ കോസ്റ്റായിട്ട് കണക്കാക്കേണ്ടി വരും. അടുത്തത് അസറ്റ് അക്വയർഡ് ബൈ ഗിഫ്റ്റ്, വിൽ ഓർ ഇൻഹെറിറ്റൻസ്. നമുക്ക് വില്ല് വഴിയോ ഗിഫ്റ്റ് വഴിയോ ഇല്ല ഇൻഹെറിറ്റൻസ് വഴിയോ എന്തെങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ WDV ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പ്രീവിയസ് ഓണർ ഓർ ആക്ച്വൽ കോസ്റ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പ്രീവിയസ് ഓണർ വിൽ ബി ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ റിസീവർ. അതിപ്പം ബില്ല് വഴി ഇൻഹെറിറ്റൻസ് ചെയ്യണം എനിക്ക് ഇല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന ആ ഒരു അസറ്റിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് അത് അത് തന്ന ആൾക്ക് എന്ത് WDV ആണോ അയാളുടെ കയ്യിലിരുന്നപ്പം അയാൾ വാങ്ങിച്ചത് തൊട്ട് അയാൾ എത്ര നാൾ അത് യൂസ് ചെയ്തു അതുവരെയുള്ള ഡിപ്പോസിഷൻ കണക്കാക്കി അയാൾക്ക് ഉള്ള WDV എന്തായിരുന്നു ആ WDV തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്ത ആൾക്ക് ആ WDV തന്നെ അയാളുടെ ആക്ച്വൽ കോസ്റ്റായിട്ട് കണക്കാക്കും. ഇത് വാങ്ങിക്കുമ്പോൾ അത് കിട്ടുന്ന ആൾ ആ WDV അയാളുടെ ആക്ച്വൽ കോസ്റ്റായിട്ട് കണക്കാക്കണം. സെക്കൻഡ് ഹാൻഡ് അസറ്റ് acquired from another person used for business or profession with the view to reduce the income tax. അപ്പം നമ്മളൊരു അസറ്റ് ബിസിനസ്സിൽ കൊണ്ടുവരുമ്പം അതിനൊരു കോസ്റ്റ്. ഓക്കെ, ഇപ്പം ചിലപ്പോൾ ഒരു കൂടിയൊരു വിലക്കായിരിക്കും നമ്മളത് അസറ്റിൽ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നത്. അങ്ങനെ ഒരു സെക്കൻഡ് ബിസിനസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു അസറ്റ് ബിസിനസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഓരോ കൊല്ലവും അതിൻ്റെ ലൈഫ് ടൈം കണക്കാക്കിയോ മറ്റോ അതിൻ്റെ ഏറ്റവും ഓരോ കൊല്ലവും അതിൽ ഡിപ്രിസിയേഷൻ കുറഞ്ഞു പോകും. അത് ആക്ച്വൽ കോസ്റ്റിന് മുകളിലാണ് ഫസ്റ്റ് ഡിപ്രിസിയേഷൻ വരുന്നത്. ഓക്കെ, അത് അസസിങ് ഓഫീസർ ഓഫ് ഇൻകം ടാക്സ് അദ്ദേഹം ഇത് കൺവിൻസ് ആണ് നിങ്ങൾ ഇങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിച്ചത് അത് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടുകൂടി ഡിപ്രിസിയേഷൻ കൂട്ടാൻ വേണ്ടി ഉള്ള ഒരു ടെക്നിക്കായി നിങ്ങൾ ചെയ്തത്, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ച് നിങ്ങൾ ചെയ്തതാണ്. ഓക്കെ, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ നിങ്ങളുടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ ജോയിൻറ്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ക്യാൻ ഡിറ്റർമിൻ ദ ആക്ച്വൽ കോസ്റ്റ്. അപ്പം അദ്ദേഹത്തിന് അത് തീരുമാനിക്കാം വിത്ത് റിഗാർഡ് ടു ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഓഫ് ദ കേസ്. Reacquisition of transferred asset used earlier for one's business or profession. അപ്പം ഞാൻ ഒരു അസറ്റ് വാങ്ങിയിരുന്നു, അത് ഞാനത് ട്രാൻസ്ഫർ ചെയ്ത് വീണ്ടും ഞാനത് വാങ്ങിക്കുകയാണ്. അങ്ങനെ ഒരു കേസ് അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് വിൽ ബി WDV at the time of the first transfer or the price paid for reacquisition whichever is less. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് അത് വാങ്ങിക്കുവാണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനത് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ WDV എത്രയാണോ
ഇല്ലെങ്കിൽ അത് വാങ്ങിച്ചപ്പോൾ ഉള്ള കോസ്റ്റ് എത്രയാണോ വിച്ച് എവർ ഈസ് ലെസർ ആ കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റായിട്ട് കണക്കാക്കണം. സെയിൽ ആൻഡ് ലീസ് ബാക്ക് ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ട്രാൻസാക്ഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അസറ്റ് അക്വയർഡ് ബൈ ആൻ അസസി ഓർ ട്രാൻസ്ഫറി ഫ്രം അനദർ പേഴ്സൺ, ഓക്കെ, ട്രാൻസ്ഫറർ ഹൂ യൂസ്ഡ് ഇറ്റ് ഫോർ ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആൻഡ് ലെറ്റ് ഔട്ട് ഓൺ ഹയർ ഓർ ലീസ് ടു ദ സെയിം പേഴ്സൺ who had earlier claimed depreciation on such asset. For example, Mr. X. എക്സിൻ്റെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ യൂസ് ചെയ്യുകയും അതിൻ്റെ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു, അത് ട്രാൻസ്ഫർ ചെയ്തു, ഇല്ലെങ്കിൽ വിറ്റു, ഇല്ലെങ്കിൽ കൊടുത്തു, മിക്സർ വൈക്ക് അത് കൊടുത്തു. അപ്പം വൈ അത് വാങ്ങിച്ചു, ഇത് ട്രാൻസ്ഫർ ടു മിസ്റ്റർ വൈ. വാങ്ങിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യും, അപ്പം വൈ ഓണറായി കഴിഞ്ഞു. ഓക്കെ, ട്രാൻസ്ഫർ മിസ്റ്റർ എക്സ് ട്രാൻസ്ഫറായിരുന്നു, അത് ട്രാൻസ്ഫർ ചെയ്തു വൈക്ക് പോയി, വൈ അതിൻ്റെ ഓണറായി. വൈ ഇത് ലീസ് ലെസറായിട്ട് അത് ലീസ് ചെയ്യും, ലീസ് ബാക്ക് ടു സെയിം പേഴ്സൺ. എക്സിന് ലീസ് ചെയ്തു, ഓക്കെ, എക്സിന് ലീസ് ചെയ്ത് ലീസ് ബാക്ക് ടു സെയിം എക്സ്. അങ്ങനെയുള്ള ഒരു കേസാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള കേസിൽ എന്താണ് ഇവിടെ പറയുന്നത്, അസറ്റ് അക്വയർഡ് ബൈ എൻ അസസി ട്രാൻസ്ഫറി, ഇയാൾ വൈ അസസ് ചെയ്തു ഫ്രം അനദർ പേഴ്സൺ ട്രാൻസ്ഫറർ എക്സിൽ നിന്നും അത് അയാൾക്ക് കിട്ടി, ഹൂ യൂസ്ഡ് ഫോർ ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഈ എക്സ് അയാളുടെ ബിസിനസ്സിന് യൂസ് ചെയ്യുകയും എന്നിട്ട് അതിൽ നിന്നും ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുകയും ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ലീസ് ടു ദ സെയിം പേഴ്സൺ, വീണ്ടും അയാൾ ലീസ് ചെയ്തു സെയിം പേഴ്സൺ ഹൂ ആർ എർലിയർ ക്ലെയിം ഡിപ്രിസിയേഷൻ ഓൺ സച്ച് അസറ്റ്. ഓക്കെ, WDV ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫറി. ഈ മിസ്റ്റർ വൈ സംബന്ധിച്ചോളം അതിൻ്റെ WDV എന്താണ്, ആക്ച്വൽ കോസ്റ്റ് എന്തായിരിക്കും, WDV ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ. ഇയാൾ ഇത് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ WDV എത്രയാണോ whom it was acquired. അപ്പോൾ അയാൾ WDV എന്ന് പറഞ്ഞാൽ അയാൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് ആക്ച്വൽ കോസ്റ്റ് നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് അയാൾക്ക് WDV ഉണ്ട്. ആ WDV തന്നെ ആയിരിക്കും ഇയാളുടെ WDV, അത് തന്നെ ആയിരിക്കും ഇവരുടെ ആക്ച്വൽ കോസ്റ്റ്. ആ WDV ആയിരിക്കും ഇവരുടെ ആക്ച്വൽ കോസ്റ്റ്. ഇതായിരിക്കും ഇവരുടെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ മിസ്റ്റർ വൈ. അപ്പം ഇയാൾ വിൽക്കുന്ന സമയത്ത് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് എന്ത് WDV ഉണ്ടോ ആ WDV ഇയാളുടെ ആക്ച്വൽ കോസ്റ്റായിട്ട് മാറും. ഇതാണ് പറഞ്ഞു വരുന്നത്. എക്സ്പ്ലനേഷൻ 5. ബിൽഡിംഗ് യൂസ് ഫോർ നോൺ ബിസിനസ് പർപ്പസ് ഏരിയകൾ വാസ് ബ്രോട്ട് ഇൻ ടു ബിസിനസ് സബ്സിക്വൻ്റ്ലി. ഇപ്പോൾ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങാണ്. അത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനിത് ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ബിൽഡിംഗ് യൂസ് ഫോർ നോൺ ബിസിനസ് പർപ്പസ് ഏരിയർ വാസ് ബ്രോട്ട് ഇൻ ടു ബിസിനസ് സബ്സിക്വൻ്റ്ലി. ആ ഒരു കേസാണ് പറയുന്നത്. ആക്ച്വൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് വെൻ ബ്രോട്ട് ഇൻ ടു ബിസിനസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസസി വെൻ അക്വയർഡ് മൈനസ് depreciation calculated the right in force on that date that would have been allowed had the building been used for the business purpose since the date of acquisition by the assessee. അതായത് ഞാനൊരു വില കൊടുത്ത് ഒരു ആക്ച്വൽ കോസ്റ്റ് കൊടുത്ത് ഒരു ബിൽഡിങ് വാങ്ങിച്ചു. 2 കൊല്ലം ഞാനത് യൂസ് ചെയ്തു. ഡിപ്രിസിയേഷൻ 5% ആണെന്ന് ഇരിക്കട്ടെ. കാര്യം ഞാൻ ഓക്കെ, ഡിപ്രിസിയേഷൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അയാൾ പേഴ്സണൽ യൂസ് ആയതുകൊണ്ട്. അപ്പം അയാൾ പേഴ്സണൽ യൂസിന് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അയാൾ അത് എന്താണ് ട്രാൻസ്ഫർ ചെയ്തു, ബിസിനസ് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ അയാളുടെ ആക്ച്വൽ കോസ്റ്റ് എന്തായിരിക്കും, ബിസിനസ് കൊണ്ടുവരുമ്പോൾ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് അയാളത് എന്ന് വാങ്ങിച്ചോ ആ കൊല്ലം തൊട്ടത് ബിസിനസ്സിലാണ് എന്ന് കണക്കാക്കി, അതിൽ ഡിപ്രിസിയേഷൻ 2 കൊല്ലം മൈനസ് ചെയ്ത് കിട്ടുന്ന WDV, ആ WDV ആയിരിക്കും ഇയാളുടെ ആക്ച്വൽ കോസ്റ്റ് വെൻ ബ്രോട്ട് ടു ബിസിനസ്. അല്ലാതെ അത് വാങ്ങിച്ചപ്പോൾ ആക്ച്വൽ കോസ്റ്റ് ഇവിടെ ബിസിനസ്സിൽ കൊണ്ടുവരുമ്പോൾ കോസ്റ്റായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. WDV കോസ്റ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് വെൻ ബ്രോട്ട് ടു ബിസിനസ് ഈക്വൽ ടു ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസസി വെൻ അക്വയർഡ്. അയാൾ വാങ്ങിച്ചപ്പോൾ ഉള്ള വില ആക്ച്വൽ കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റഡ് ദ റൈറ്റ് ഇൻ ഫോഴ്സ്. അയാൾ അത് ബിസിനസ്സിൽ കൊണ്ടുവരുന്ന ഡേറ്റിലുള്ള കറണ്ട് റേറ്റിലുള്ള ഡിപ്രിസിയേഷൻ പെർസെൻറ്റേജ് എത്രയാണോ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വുഡ് ഹാവ് ബീൻ അലോവബിൾ ഹാഡ് ദ ബിൽഡിംഗ് ബീൻ യൂസ് ഫോർ ബിസിനസ്. അത് ബിസിനസ്സിൽ യൂസ് ചെയ്യുകയായിരുന്നു അയാൾ വാങ്ങിച്ച ദിവസം തൊട്ട് എന്ന് കണക്കാക്കി സിൻസ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ വിത്ത് അസസി. അങ്ങനെ ആ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് കിട്ടുന്ന വിലയായിരിക്കും അയാളുടെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളോട് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ പറയുന്നത് മിസ്റ്റർ എ അക്വയർഡ് ബിൽഡിംഗ് ഓൺ പ്രീവിയസ് 21-22 ആൻഡ് യൂസ് ഫോർ പേഴ്സണൽ പർപ്പസ് ഇൻ പ്രീവിയസ് 24-25 എന്ന് പറഞ്ഞാൽ 3 കൊല്ലം കഴിഞ്ഞ് ബ്രോട്ട് ദ സെയിം ഇൻ ടു ബിസിനസ് എന്ന് പറഞ്ഞാൽ 21-22 അയാൾ അക്വയർ ചെയ്തു. ഓക്കെ,
അപ്പം 21-22, 22-23, 23-24, ഓക്കെ 3 കൊല്ലം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ then the actual cost of the building when brought to business is equal to WDV of the building as if it was used for business from the date of acquisition, which is equal to actual cost of the building when purchased in 21-22 less depreciation for 3 years, 21-22, 22-23, 23-24 at current rate. Notional depreciation at the rate applicable at the date of conversion. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എടുത്തിട്ട് കിട്ടുന്ന കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റായിട്ട് കണക്കാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ കൂടുതലുണ്ട്. 6 അപ് ടു 13 വരെയുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിതിൻ്റെ ബാലൻസ് പോർഷൻ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഓൾറെഡി 3 വീഡിയോസ് ഇതിൽ നമ്മൾ 32 സെക്ഷൻ 32 വേണ്ടി യൂസ് ചെയ്തു. ഇനിയും ഒരു 2 വീഡിയോ കൂടെ വേണ്ടി വരുമെന്നാണ് കരുതുന്നത് ഇത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു.